ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ചായപ്പൊടിയിലെ മായം എങ്ങനെ കണ്ടെത്താമെന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ട് തരത്തിലുള്ള ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ ചായപ്പൊടി തന്നെയാണ്. അതുപോലെ തന്നെ ഇതും നമ്മളൊരു ബ്രാൻഡ് പേര് ഞാൻ പറയുന്നില്ല, ഒരു ബ്രാൻഡ് കമ്പനിയുടെ ചായപ്പൊടിയാണ്. അപ്പോൾ ഇത് രണ്ടിലും ഏറ്റവും കൂടുതൽ മായം ഏതിലാണ്, നമുക്ക് എങ്ങനെയാണ് ഇതിലെ മായം തിരിച്ചറിയുക എന്നതാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായി ഞാനിത് 2 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ പറയുവാണ്, ഒരിക്കലും പച്ചവെള്ളമോ ചൂടുവെള്ളമോ അല്ല വേണ്ടത്. നമുക്ക് ഈ മായം കണ്ടെത്തണമെങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളം എടുക്കുക. അപ്പോൾ ഞാൻ ഐസ് വെള്ളം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് 2 കട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി കട്ട നമുക്ക് അലിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് അലിയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി ഒന്ന് അലിയണേ. നന്നായി അലിഞ്ഞ് നല്ല വെള്ളമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു ട്രിക്ക് നടത്താൻ പറ്റൂ. അപ്പോൾ ഞാൻ നന്നായി വെള്ളമൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുത്ത വെള്ളം. ഇനി ഇതിലേക്ക് നമ്മുടെ ആദ്യത്തെ ചായപ്പൊടി ഞാൻ 1 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ചായപ്പൊടിയും ഞാനിതാ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കൂ, 2 ഏകദേശം നന്നായി ഒന്ന് അലിയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചായ അഥവാ വെള്ളം ചൂടാക്കാതെ തന്നെ നമുക്ക് നല്ല കളർ ഏതിലൂടെയാണോ കിട്ടുന്നത് അതിലാണ് ഏറ്റവും കൂടുതൽ മായം. അപ്പോൾ സാധാരണയായി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരിക്കലും പച്ചവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ ചായയുടെ ആ നിറം കിട്ടരുത്. ആ ഒരു നിറം നമ്മൾ ശരിക്കും ചൂടുവെള്ളം ഉണ്ടാക്കുമ്പോഴേ, ശരിക്കും തിളപ്പിക്കുമ്പോഴേ ആ ചായയുടെ ആ കറക്റ്റ് നിറം ഉണ്ടാകേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഒറിജിനൽ ആണെന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിലൊക്കെ അതിൽ മിക്സ് വരുന്നതാണ്. അപ്പോൾ അതാ നോക്കാം നമുക്ക്. അപ്പോൾ അതാ 2 ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക ഏകദേശം 2 എണ്ണത്തിലും അത്യാവശ്യം മായമുണ്ട്. കണ്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു കറക്റ്റ് കളറ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറച്ച് മായം ഉണ്ടെന്ന് നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ശരിക്കും ഈ ഒരു ഐസ് വാട്ടറിലാണ് കേട്ടോ ഇത്രയും ഈ ചായയുടെ ഒരു നിറം തന്നെ വന്നിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇതിനെ വെച്ച് കമ്പയർ ചെയ്താണെങ്കിൽ കൂടുതൽ ഈ ഒരു കളറാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചായപ്പൊടിയിലാണ് കൂടുതൽ മായം കേട്ടോ. അപ്പോൾ ഒരിക്കലും നമുക്കിതാ ഇതുപോലെ ഈ ഒരു കളറ് നമുക്ക് തണുത്ത വെള്ളത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മായം കലർന്നതാണെന്ന് മനസ്സിലാക്കാം.